സിന്ധുരാജൻ ജയദ്രഥൻ നേടിയ വരത്തിന്റെ പ്രഭാവം ഒന്നുകൊണ്ട് മാത്രം അഭിമന്യു ചതിയാൽ മെനഞ്ഞ ചക്രവ്യൂഹത്തിനുള്ളിൽ അകാലത്തിൽ അവസാനിച്ചു. തന്റെ പുത്രൻ മരണപ്പെടുവാൻ കാരണമായി തീർന്നത് ജയദ്രഥന്റെ വരമാണെന്ന് മനസ്സിലാക്കി അർജുനൻ പിറ്റേന്ന് സൂര്യാസ്തമയത്തിനുള്ളിൽ ജയദ്രഥനെ താൻ വധിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. അതിനു സാധിച്ചില്ലെങ്കിൽ താൻ ആത്മാഹൂതി ചെയ്യുമെന്ന് പാർത്ഥൻ. അർജുനന്റെ ഈ പ്രതിജ്ഞയുടെ വിവരമറിഞ്ഞ കൗരവർ അടുത്ത പദ്ധതി തയ്യാറാക്കി. വൈകാതെ സൂര്യാസ്തമയം വരെ ജയദ്രഥനെ അർജുനന്റെ കൺവെട്ടത്തു നിന്നും മറച്ചുവെച്ചാൽ മതി. അസ്തമയത്തിനുള്ളിൽ അയാളെ വകവരുത്തിയില്ലെങ്കിൽ അർജുനൻ നിശ്ചയമായും മരിക്കും. ആ ചിന്ത കൗരവപക്ഷത്തെ ആവേശത്തിലാഴ്ത്തി. പാണ്ഡവരുടെ ഏറ്റവും വലിയ ശക്തി അർജുനനാണ്. അർജുനൻ തീർന്നാൽ നിസ്സാരമായി തന്നെ യുദ്ധം ജയിക്കാം. അതും കൽപ്പിച്ച് ജയദ്രഥനെ അവർ ഒളിപ്പിച്ചു വയ്ക്കുന്നു. കൗരവപക്ഷത്തെ ദ്രോണാചാര്യർ അടക്കമുള്ള മഹാരഥന്മാരുടെ സംരക്ഷണ വലയത്തിലായിരുന്നു പിറ്റേ ദിവസം മുഴുവൻ അയാൾ. സമയം സൂര്യാസ്തമയത്തോടടുത്തു. ജയദ്രഥനെ കൊല്ലുവാൻ അർജുനനെ കൊണ്ട് ആവുന്നുമില്ല. കൗരവപക്ഷത്ത് ആവേശമലയടിച്ചു. അർജുനന്റെ മരണം അവരേതാണ്ട് തന്നെ ഉറപ്പിച്ചു. ധർമ്മം പുനഃസ്ഥാപിക്കാൻ ആയുധമെടുക്കാതെ യുദ്ധഭൂമിയിലിറങ്ങിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ സുദർശന ചക്രത്താൽ സൂര്യഭഗവാനെ മറയ്ക്കുന്നു. എങ്ങും ഇരുട്ടു പരന്നു. സൂര്യാസ്തമയം വിളിച്ചോതിക്കൊണ്ട് യുദ്ധഭൂമിയിൽ ശങ്കുലി മുഴങ്ങുകയും ചെയ്തു. തന്നെ വെല്ലുവിളിച്ച അർജുനൻ പരാജയപ്പെട്ടു എന്നുറപ്പിച്ച് ജയദ്രഥൻ വെളിയിൽ വരുന്നു. അഗ്നികൂട്ടി തന്റെ ശപഥം പാലിക്കുവാൻ കൗരവസ്യാലൻ അർജുനനോട്. കൗരവപക്ഷത്ത് ഫൽഗുനന്റെ നാശമുറപ്പിച്ച് വിജയഭേരി മുഴങ്ങി. ശ്രീകൃഷ്ണൻ സാവധാനം തന്റെ സുദർശന ചക്രം പിൻവലിച്ചു. ആകാശത്ത് സൂര്യൻ മിഴിവാർന്നു നിൽക്കുന്നു. സ്തബ്ധരായിപ്പോയി കൗരവപട. ഭഗവാൻ ഒന്നും മനസ്സിലാകാതെ നിന്ന അർജുനനോടായി, പാർത്ഥ, ജയദ്രഥന് നേരെ പാശുപതാസ്ത്രം പ്രയോഗിക്കൂ. മാത്രമല്ല അവന്റെ ശിരസ് സ്യമന്തപഞ്ചക തീരത്ത് തപസ് ചെയ്യുന്ന അവന്റെ പിതാവിന്റെ മടിത്തട്ടിൽ തന്നെ എത്തണം. ദുശ്ശളപതിക്ക് അങ്ങനെയൊരു വരം കൂടി ലഭിച്ചിട്ടുണ്ട്. അയാളുടെ ശിരസ് ആര് നിലത്തിടുന്നുവോ ആ ആളുടെ തല 100 കഷ്ണങ്ങളായി പൊട്ടിച്ചിതറും. ആ വരം നൽകിയത് അയാളുടെ പിതാവ് തന്നെ. അന്നേ നിമിഷം വരെ കൃഷ്ണന്റെ വാക്കുകൾ അതേപടി അനുസരിച്ചിട്ടുള്ള അർജുനൻ തന്റെ എതിരാളിക്ക് നേരെ ശിവഭഗവാന്റെ പ്രസാദമായി ലഭിച്ച പാശുപതാസ്ത്രം പ്രയോഗിക്കുന്നു. ജയദ്രഥന്റെ ഛേദിക്കപ്പെട്ട ശിരസുമായി പാശുപതാസ്ത്രം നേരെ പോയത് സ്യമന്തപഞ്ചക തീരത്തേക്ക്. അവിടെ ധ്യാനത്തിലിരുന്ന വൃദ്ധക്ഷത്രന്റെ മടിയിൽ വീണു ആ ശിരസ്. അയാൾ ഞെട്ടിപ്പിടഞ്ഞെണീറ്റ മാത്രയിൽ ശിരസ് താഴെ വീഴുന്നു. അതോടെ അധർമ്മിയായ പുത്രന് വരം നൽകിയ പിതാവ് അതിദാരുണമായി മരണം വരിച്ചു. അർജുനന്റെ പ്രതിജ്ഞ പൂർത്തിയാക്കിയെങ്കിലും അഭിമന്യുവിന്റെ വിയോഗത്തിൽ മനംനൊന്തു തന്നെ അയാൾ കാണപ്പെട്ടു.